ആശിച്ചു മോഹിച്ചു പിറന്ന കുഞ്ഞിന്റെ വലത് കവിൾ ഒരു ചെറിയ ചെവി. എന്താണ് സംഭവിച്ചതെന്ന് ഗ്രേസിനും റൈസ് ജെയിംസിനും ആദ്യം മനസ്സിലായില്ല. ആ നിമിഷം ഇരുവരും ഞെട്ടിപ്പോയി. അപൂർവമായ രോഗാവസ്ഥ. കുഞ്ഞ് വിന്നി ജെയിംസിന് ഇപ്പോൾ 4 മാസം പ്രായമായി. 2ാം മാസത്തിലാണ് അപൂർവ രോഗാവസ്ഥയെ ശ്രദ്ധയിൽപ്പെട്ടത്. വലത് കണ്ണില്ലാതെയായിരുന്നു വിന്നിയുടെ ജനനമെന്ന് റെയിൽസിലെ ബ്രിഡ്ബെൻഡിൽ നിന്നുള്ള റൈസ് ജെയിംസ് പറയുന്നു. വിന്നിക്കുണ്ടായത് ഗോൾഡൻ ഹാർ സിൻഡ്രോം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കണ്ണിന്റെയും ചെവിയുടെയും നട്ടലിന്റെയും അസ്വാഭാവിക വികാസമാണ് ഈ അപൂർവ രോഗാവസ്ഥയുടെ പ്രത്യേകത. ജനന സമയത്തുണ്ടാകുന്ന ഒരു രോഗമാണ് ഇത്. സാധാരണയായി കണ്ണ്, മുഖത്തിന്റെ ഒരു വശത്തോ ഇരുവശത്തോ ഉള്ള ചെവി, നട്ടെല്ല് എന്നിവയുടെ ജന്മനായുള്ള വൈകല്യങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു. താടിയലിന്റെ വളർച്ച പോലുള്ള ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെയും ഇത് ബാധിച്ചേക്കാം. 25,000 പേരിൽ ഒരാൾക്കാണ് ഈ അപൂർവ രോഗം ബാധിക്കാറുള്ളത്. ജനന സമയത്ത് ശ്വസിക്കാൻ വിന്നിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അമ്മ ഗ്രേസിന്റേത് സാധാരണ പ്രസവമായിരുന്നു. ജനിച്ച ഉടനെ തന്നെ ഡോക്ടർമാർ കുഞ്ഞിനെ തീവ്രപരിചരണ യൂണിറ്റിലേക്ക് മാറ്റിയതോടെയാണ് അമ്മ മകന്റെ രോഗാവസ്ഥയെക്കുറിച്ച് അറിഞ്ഞത്. കഴിഞ്ഞ വർഷം നവംബർ 9-നാണ് കുഞ്ഞ് ജനിച്ചതെന്ന് റൈസ് ജെയിംസ് പറഞ്ഞു. വിന്നിക്ക് 65 ദിവസത്തോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. അതിനിടെ ഇടയ്ക്ക് കുഞ്ഞിന്റെ ശ്വാസം നിലച്ചതോടെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കും വിധേയനായി. 1.5 മാസം പ്രായമുള്ള വിന്നിക്ക് ട്രാക്കിയോസ്റ്റമി ചെയ്തു. ശ്വാസനാളം നേരിട്ട് തുറക്കുന്നതിനായി കഴുത്തിന്റെ മുൻഭാഗത്ത് മുറിവുണ്ടാക്കുന്ന ഒരു ശസ്ത്രക്രിയയാണിത്. കുഞ്ഞിന് ഭാവിയിലും അണുബാധയ്ക്ക് സാധ്യത ഏറെയാണ്. ആശുപത്രി വിട്ട ശേഷം 2 വട്ടം നെഞ്ചിൽ അണുബാധയുണ്ടായി. നിലവിൽ ലണ്ടനിലെ ഗ്രേറ്റ് ഓർബൺ സ്ട്രീറ്റ് ആശുപത്രിയിൽ ശുശ്രൂഷയിലാണ് വിന്നി. കൃത്രിമ കണ്ണ് പിടിപ്പിക്കുന്നതിനാണ് ആശുപത്രിവാസം. ചെവി നീക്കം ചെയ്യാനും വരും വർഷങ്ങളിൽ ശസ്ത്രക്രിയ വേണ്ടിവരും. ഇപ്പോൾ നേത്രരോഗ വിദഗ്ധരെ കാണാനായി 2 ആഴ്ച കൂടുമ്പോൾ ബ്രിഡ്ജെൻഡിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര ചെയ്യണം മാതാപിതാക്കൾക്ക്. യാത്രാ ചെലവും ജീവിത ചെലവും താങ്ങാനാവുന്നതിനും അപ്പുറമാണെന്ന് ഇരുവരും പറയുന്നു. വിന്നിയുടെ മാതാപിതാക്കളെ സഹായിക്കാനായി ഫണ്ട് ശേഖരണവും തുടങ്ങിയിട്ടുണ്ട്.